ഇത് US മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗൈസ്, ഞാൻ ട്രേഡ് ചെയ്യുന്നത് US സ്റ്റോക്ക് മാർക്കറ്റിലാണ്. ഇതൊരു പ്രോഫേം അക്കൗണ്ടാണ്, പ്രോഫേം പ്ലാറ്റ്ഫോമാണ് ട്രേഡ് ചെയ്യുന്നത് കേട്ടോ. ഒരു ചാലഞ്ചാണ്, ഒരു $5000 എന്നുള്ള ഒരു ചാലഞ്ചാണ് ഈ അക്കൗണ്ടിൽ കൂടെ ചെയ്യാൻ പോകുന്നത്. സോ ഒരു $50,000 ഉള്ളൊരു അക്കൗണ്ടാണ്, പർച്ചേസിങ് പവറുള്ള അക്കൗണ്ടാണിത്. ഈ അക്കൗണ്ടിൽ നമ്മൾ ഡെയിലി ഒരു $200 ഡെയിലി ലോസും പിന്നെ ഒരു 3 to 4 മാക്സിമം ട്രേഡ്സ് പെർ ഡേയും $60 പെർ ഡേ ട്രേഡ് റിസ്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അതൊക്കെയാണ് നമ്മുടെ റൂൾസ്. കുറേ റൂൾസ് ഉണ്ട്, അപ്പോൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുക. സോ ഗൈസ്, ഇതാണ് വാച്ച് ലിസ്റ്റ്. മാർക്കറ്റ് ഓപ്പൺ ആകാൻ 1 മിനിറ്റ് കൂടെ ഉണ്ട്. US ടൈമാണ് 9:29. നമ്മുടെ ഇന്ത്യൻ ടൈം 6:59, അതായത് 7 മണിയാകാൻ പോകുന്നു. സോ ഇതാണ് S&P 500 500 സ്റ്റോക്കുകളുടെ ഇൻഡിക്കേഷനാണിത്. മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് നോക്കാം. 30 സെക്കൻഡ് കൂടെ. waiting to open market. കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ചാണ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്തേക്കുന്നത്. അതൊക്കെ ഞാൻ പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഗ്യാപ്പ് അപ്പ്, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണ്. ഓക്കെ, cool, that's 200 MA. സോ മാർക്കറ്റ് എപ്പോൾ ഓപ്പൺ അയക്കുന്നത് നമുക്ക് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നോക്കാം. ഇതാണ് എൻ്റെ വാച്ച് ലിസ്റ്റ്. ഐ ഓൾമോസ്റ്റ് ട്രേഡ് ഓൾ ദ ട്രേഡിംഗ് നൗ. WFC നമുക്ക് സിറ്റുവേഷൻ ഒന്നുമില്ല, നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച്. UAL നോ തിങ്. സിസ്കോ ഓക്കെ. igniting don't know. Exoium ബ്യൂട്ടിഫുൾ. Exoium ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ആണ്. സോ ഐ തിങ്ക് 5 മിനിറ്റ് ക്യാൻഡിലാണ് ജനറലി ട്രേഡ് ചെയ്യുന്നത്. സോ ഓർഡേഴ്സ് എല്ലാം ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ടാവും. പ്ലേസ് ചെയ്യുന്ന ഓർഡറിൽ ഇവിടെ ആയിരിക്കും. എക്സിക്യൂട്ട് ആയതിനു ശേഷം ഇവിടെ ഉണ്ടാവും. സോ യു ക്യാൻ സീ ദാറ്റ്. എൻട്രി ഗൈസ്, ഞാൻ എൻട്രി എടുക്കും. ഒരു 2 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഹൈ 15.23 115.23. സോ 115.23 ബ്രേക്ക് 25 ആകുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. ലോ 20 ഒരു ഫൈറ്റ്. ബൈ സെറ്റപ്പ് എടുക്കാം. ഓക്കെ, കൺട്രോൾ 1. ഓക്കെ, എൻട്രി ഓർഡേഴ്സ് പുട്ട് ചെയ്തിട്ടുണ്ട്. 24 ഓർഡർ പുട്ട് ചെയ്തേക്കുന്നത്. ദെൻ ഷിറ്റ്, എക്സിക്യൂട്ട് ആയില്ല. I'm out. സോ ദാറ്റ്സ് നമ്മുടെ ഓർഡർ എക്സിക്യൂഷൻ ആയില്ല. നമ്മൾ 24 ഓർഡർ ചെയ്ത് വെച്ചത്. ബാക്കറ്റ് ഒന്ന് ചെറുതായിട്ട് പുൾ ബാക്ക് എടുത്തിട്ട് കയറുമെന്നാണ് വിചാരിച്ചത്. ബട്ട് നമുക്കൊരു 5 ആ സെയിം സ്ട്രാറ്റജി നമുക്ക് 5 മിനിറ്റ് ക്യാൻഡിൽ എടുക്കാൻ പറ്റുന്നതാണ്. 5 മിനിറ്റ്. ഓക്കെ, നെക്സ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ വാട്ട് ഈസ് ഇതിൻ്റെ ഹൈ 65. ഓക്കെ, 65-70 ആവുകയാണെങ്കിൽ നമ്മൾ എൻട്രി അടിക്കുന്നതായിരിക്കും. 65 64. ഓക്കെ, 65 എൻട്രി. സോ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുകയാണ് ഗൈസ്. 50.49 50 നമ്മുടെ നമുക്കൊരു 10% താഴെയാണ് റിസ്ക് വെച്ചേക്കുന്നത്. ഓക്കെ, 68 ആൻഡ് ഇവിടെയാണ് നമ്മുടെ എക്സിക്യൂഷൻ. നമ്മൾ 400 ഷെയറാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് സി വെയിറ്റ് ആൻഡ് സി 7. അപ്പം 10% റിസ്ക് ആകുമ്പോൾ 65-75 ആകുമ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്ക് ഈവൻ പോകുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ബ്രേക്ക് ഈവൻ കുറച്ച് റിസ്ക് കുറച്ച് എലിമിനേറ്റ് ചെയ്തു.
കാരണം ആ ഒരു മൂവ് പോയിട്ട് തിരിച്ച് നമ്മളിപ്പം വെച്ചിരിക്കുന്നത് 656 പോകേണ്ടതാണെങ്കിൽ ഇപ്പോൾ അത് പോകണം, അല്ലെങ്കിൽ അത് തിരിച്ച് താഴോട്ട് പോകുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ 60, ഓക്കെ, നമ്മുടെ ബ്രേക്ക് ഈവൻ ഇപ്പോൾ ഇരിക്കുന്നത് 56. ഓക്കെ, ഐ എം ഔട്ട് ഫ്രം ദ ട്രേഡ്. നമുക്ക് $32 നെഗറ്റീവ്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. എനിവേ, നെക്സ്റ്റ് ട്രേഡ് നോക്കാം. പോകാൻ പൊട്ടൻഷ്യൽ ഉള്ള ട്രേഡാണ്. ഒരു പുൾ ബാക്ക് എടുത്തതിന് ശേഷം നമുക്ക് അടുത്തൊരു ബൈ സെറ്റപ്പ് കിട്ടുവാണെങ്കിൽ നമുക്ക് വീണ്ടും എൻട്രി എടുക്കാമെന്നാണ് എനിക്ക് ഓക്കെ. We have to wait. അഗെയിൻ ട്രിഗർ ചെയ്യുവാണ്, വീണ്ടും ഒരു ബൈ സെറ്റപ്പ് ട്രിഗർ ചെയ്യുവാണ്. വാങ്ങിക്കാം. Control 1. ഓക്കെ, ദെൻ പുട്ട് സ്റ്റോപ്പ് ലോസ്. സ്റ്റോപ്പ് ലോസ് ഇടുക. നമുക്ക് മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നത്. എത്ര ട്രിഗർ ചെയ്തേക്കുന്നത്? 69 ട്രിഗർ ചെയ്തേക്കുന്നത്. ഓക്കെ, 69 ഒരു 25 സെൻറ്റ് റിസ്ക് ആണ്. അതുകൊണ്ടാണ് നമ്മൾ 2 ലോട്ട് സൈസ് ഉണ്ട്. 10 സെൻറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ റിസ്ക് ഇങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്ലേയിൽ നമ്മളെടുത്ത നമുക്ക് റിസ്ക് കുറച്ചേ ഉള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫുൾ ഷെയർ വാങ്ങിക്കുക. ഇപ്പോൾ റിസ്ക് കൂടുതലാണ്, 25 സെൻറ്റ് റിസ്കോളം റിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഷെയർ കുറച്ചായിരിക്കും വാങ്ങിക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് നമുക്ക് അനുകൂലമാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും വീണ്ടും ആ പൊസിഷനിൽ. ഓക്കെ, ബട്ട് സോ ഫാർ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യുവാണ് പോകാൻ കൊണ്ട്. അടുത്ത 5 മിനിറ്റ് ക്യാൻഡിൽ ഗൈസ്. നമുക്ക് ഇവിടെ 44, 37 ആയിട്ടുണ്ട്. അടുത്ത 5 മിനിറ്റ് ക്യാൻഡിൽ എങ്ങനെയാണ് അതനുസരിച്ച് നമ്മൾ ഡിസിഷൻ എടുക്കുന്നതായിരിക്കും. സോ വി വെയിറ്റ്. നമ്മുടെ എൻട്രി പ്രൈസ് വീണ്ടും വന്നിരിക്കുകയാണ്. സോ ഇഫ് എൻട്രി പ്രൈസ് 70 മേളിൽ വരുവാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്യുന്നതായിരിക്കും അതിനകത്ത്. അപ്പോൾ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യുവാണെങ്കിൽ ഐ വിൽ ബി ഔട്ട് ഫ്രം ദ പൊസിഷൻ, യുനോ, ബിക്കോസ് നമുക്ക് റിസ്ക് I feel it's struggling market പോകുന്നില്ല. സോ ഞാനൊരു 55 എൻ്റെ ബ്രേക്ക് ഈവൻ കൊണ്ടുവരികയാണ്. അതായത് ലോ ഓഫ് ദാറ്റ് 5 മിനിറ്റ് ബാർ. ഓക്കെ, കാരണം ആ ബാറിൻ്റെ ലോ അത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഐ ആം ഔട്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മൊമെൻ്റമാണ്. ഈ ഒരു മൊമെൻ്റ് എനിക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ്? ഓക്കെ, ഔട്ട്. നമ്മൾ പിന്നെ ഹോൾഡ് ചെയ്ത് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ടേക്ക് ദ ലോസ് ആൻഡ് ഔട്ട്. ദാറ്റ്സ് ഇറ്റ്. ചെറിയ 2 ലോസ് എടുക്കുക. ഓക്കെ, ഔട്ട്. ചിലപ്പോൾ എടുത്തിട്ട് സാറേ തിരിച്ചു പോയാൽ എന്ത് ചെയ്യും? ഓക്കെ, തിരിച്ചു പോട്ടെ, സോ വാട്ട് എന്ന് ചോദിക്കാം. സോ പക്ഷെങ്കിൽ നമ്മളത് കണ്ട 2 ട്രേഡും $60 സെൻറ്റ് അല്ല, 25 സെൻറ്റ്, 25 പൈസ. അപ്പം ഒരു ട്രേഡിൽ $60 ആയിരുന്നു നമുക്ക് റിസ്ക് ഉള്ളത്. ഓക്കെ, 2 ട്രേഡ് എൻ്റെ സ്റ്റോപ്പ് ലോസാണ്. അപ്പോൾ 2 ട്രേഡ് ലോസ് ആകുമ്പോഴും എനിക്ക് എൻ്റെ ഒരു 1 hour പോകുന്നുള്ളൂ, $60 പോകുന്നുള്ളൂ. കണ്ടോ, അതാണ് നമ്മൾ റിസ്ക് എലിമിനേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിലോ സ്റ്റോപ്പ് ലോസ് അടിക്കട്ടെ. കണ്ടോ, എനിക്ക് $60 ഫുൾ ലോസ് ഞാൻ എടുക്കേണ്ടി വന്നു. അണ്ടർസ്റ്റാൻഡ്? MU, what are you doing, MU? Mark. Yeah, ഇതൊരു ബൈ സെറ്റപ്പാണ്. 2 മിനിറ്റ് 5 മിനിറ്റ് ബൈ സെറ്റപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. റിസ്ക് ആയിരിക്കും. 2 മിനിറ്റ് ഉണ്ട്. സോ 2 മിനിറ്റ് എൻട്രി എടുക്കണമെങ്കിൽ 2 മിനിറ്റ് ട്രിഗർ ആയിട്ടുണ്ട്. ബൈ.
അതായത് റെഡ് ഗ്രീൻ കവർ ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഒരു ഓഡ് നമ്പർ 101, ലോ ഓഫ് ദ ക്യാൻഡിൽ ഈസ് 101 ലോ 83. ഓക്കെ, ഒരു 20 എത്രയാണ് 83 20 സെൻറ്റ് റിസ്ക് നമുക്ക് എൻട്രി എടുക്കാം. ഐ തിങ്ക് ഒന്ന് ട്രൈ ചെയ്യാം അല്ലേ. 20 സെൻറ്റ് റിസ്ക് ആകുമ്പോൾ calculate it with my 60 divided by, so ഞാനൊരു 300 ഷെയർ നിങ്ങളെ 5 മിനിറ്റ് ട്രിഗർ ആയിട്ടില്ല. സോ ഐ വെയിറ്റ് ഫോർ 5 മിനിറ്റ് ട്രിഗർ. ഓക്കെ, ഇതാണ് 5 മിനിറ്റ്. 2 മിനിറ്റ് ട്രിഗർ ആയിട്ടുണ്ട് ഇവിടെ ഓൾറെഡി. നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. എൻട്രി എടുക്കാൻ 5 മിനിറ്റ് ട്രൈ ചെയ്യുന്നതായിരിക്കും. 5 മിനിറ്റിൻ്റെ അപ്പം 5 മിനിറ്റിൻ്റെ ലോ എന്ന് പറയുന്നത് സെയിം 82 ആണ്. ഹൈ എന്ന് പറയുന്ന ഈ ക്യാൻഡിലിൻ്റെ 6 അതായത് 101 101 നമ്മൾ ഇച്ചിരി അഗ്രസീവായിട്ട് റിസ്ക് ചെയ്യുവാണ്. ഈ ഒരു ബാറിൻ്റെ ലോ തന്നെ ഞാൻ സ്റ്റോപ്പ് ലോസ് ആക്കും. അതായത് ലോ ഈസ് 198. ഓക്കെ, 10 സെൻറ്റ് റിസ്കിൽ പോട്ടെ. ആ ബാറിൻ്റെ എൻട്രി ബാറിൻ്റെ ലോ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. എക്സിറ്റ് 106 നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, 101 വെച്ചിരിക്കുന്നത്. ഓക്കെ, 101. ഓക്കെ, ട്രിഗർഡ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് സെയിം ബാർ 117. ഓക്കെ, 10 സെൻറ്റ് റിസ്ക്. Easy. So I put break even. Okay, 106 അല്ലേ. ഓക്കെ, ബ്രേക്ക് ഈവൻ ആക്കി. 1-to-1 ട്രേഡാണ്. 1-to-1 ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ റൂൾ പ്രകാരം നമ്മൾ ഔട്ടാണ്. ഓക്കെ, 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ അടുത്ത് എങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിരിക്കുന്നത് നമ്മൾ. ഓക്കെ, വാ, ദാറ്റ്സ് കൂൾ, ഐ ലവ് ദാറ്റ്. 10 മണി. Give me push. Yeah, that's cool. I love that push. Okay. Push that high. ഓക്കെ, ഞാൻ ഒരു 2 ഇങ്ങനെ എടുക്കുവാണ് കേട്ടോ. നമ്മൾ 400 കൺട്രോൾ 3 നമ്മുടെ ഓർഡർ അവിടെ പ്ലേസ് ചെയ്തേക്ക് 2 ഒരു ട്രിഗർ. യെസ്, നമുക്ക് 400 ഷെയറില്ല, 200 ഞാൻ എടുത്തു. ഓക്കെ, ഹാഫ് ഔട്ടാണ്. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് ഹാഫ്. വി വിൽ ടേക്ക് ഇറ്റ്. ഞാൻ എന്താ അവിടെ പ്രോഫിറ്റ് എടുത്തത്? നമുക്ക് ഓൾറെഡി നമ്മുടെ റിസ്കിൻ്റെ 26 നമ്മുടെ 2-to-1 നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ അണ്ടർ സൈസാണ് ഇത് ആക്ച്വലി. നമ്മുടെ ട്രേഡ് ഫുൾ സൈസിലില്ല, അതുകൊണ്ടാണ് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞത്. ഓക്കെ, ഐ എം പുട്ടിങ് ഓർഡേഴ്സ് ദെയർ. ബാക്കി 2 കൂടെ ശരിയുള്ള ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഐ എം ഔട്ട് ഫ്രം ദ ട്രേഡ്. ഐ എം ഔട്ട് ഗൈസ്. ഓക്കെ, മാർക്കറ്റ് ഇവിടുന്ന് മൂവ് ചെയ്തുകൂടെ ഫ്രണ്ടിലോട്ട് റെസിസ്റ്റൻസിലേക്കാണ്, ഡേ ഹൈയിലേക്കാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഫുൾ അടിച്ചത്. അത് തന്നെയല്ല, നമ്മൾക്ക് ഓൾറെഡി നമ്മുടെ 2-to-1 മേളിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാമെന്നുള്ള നമ്മുടെ റൂൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ നമ്മൾ 2 ലോസ് എടുത്തെങ്കിൽ കൂടിയും ഓവറോൾ നമ്മൾ $91 പ്രോഫിറ്റിലായിരിക്കും. ഓക്കെ, ദിസ് ഈസ് ഹൗ യു ട്രേഡ്. ഫസ്റ്റ് ഡേ ആണ് നമ്മുടെ $5,000 ചാലഞ്ചിൽ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ട്രേഡ് ക്ലോസ് ചെയ്യുവാണ്. ഇനിയും ട്രേഡ് എടുക്കുന്നില്ല. ആൻഡ് ഡേ എന്നെടുക്കുന്നില്ല എന്താണെന്ന് ചോദിച്ചാൽ, ഓൾറെഡി എൻ്റെ ട്രേഡ് മാക്സിമം ട്രേഡ് പെർ ഡേ 3 ആണ്. 3 or maximum 4. ഒരു ബ്രേക്ക് ഈവനോട് വന്നു കഴിഞ്ഞാൽ എനിക്ക് 4 ട്രേഡ്സ്